വലിയ ഉദ്വേഗഭരിതമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ തേങ്ങ മുഖ്യമന്ത്രി. അല്പസമയത്തിനും പൊട്ടുന്നു. തേങ്ങ ഉടക്കി സ്വാമി എന്ന് നാട്ടുകാരെ വിളിക്കുന്നുണ്ടായിരുന്നു. തേങ്ങ അല്പസമയം കഴിയുമ്പോൾ ഉടയ്ക്കും. എന്താണെങ്കിലും വലിയ തിരിച്ച് എന്താ വലിയ ഒരു ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രം ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇന്നലെ മുതലേ തുടങ്ങിയ ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്തായാലും ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നും പിന്നെ ദീപദാസ് മുൻഷി എന്നും അജയ് മാക്കൻ എന്നും ഒക്കെ പറഞ്ഞ് കുറേ പേരുകളും മറ്റു കാര്യങ്ങളും അന്തരീക്ഷത്തിൽ കറങ്ങുന്നു. രാവിലെ ഇ.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറകെ കാറിലല്ലേ വന്നത്? അതെ, അദ്ദേഹത്തിൻ്റെ പുറകെ ചാനലുകാരെല്ലാം വിട്ടിട്ടുണ്ട് ലൈവ്. കാറിൻ്റെ പുറകെ ലൈവായിട്ടാണ്. ഒരു കാരണവശാലും ദൃഷ്ടി മാറാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആയിക്കോട്ടെ, ആര് മുഖ്യമന്ത്രി ആയാലും ഉടൻ രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങൾ ഇവിടെ അരങ്ങേറും. അതെ, രണ്ട് തരത്തിൽ വരുള്ളൂ. കാരണം രമേശ് ചെന്നിത്തല അത്തരത്തിലുള്ള കാര്യം അനുവദിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പം നിലവിലുള്ള ഫൈറ്റ് വി.ഡിയും കെ.സിയും തമ്മിലാണ്. കെ.സി ഏതാണ്ട് ആകും എന്നൊരു ഉറപ്പായിരുന്നു ഈ സമയം വരെ, നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ കിട്ടിയിരുന്നത്. പക്ഷേ അവസാന നിമിഷം വി.ഡിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ്. ഇപ്പം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ചർച്ച നടത്തുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പറഞ്ഞെന്ന് ഇപ്പം പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമമായിരിക്കാം ഒരു പക്ഷേ ഡൽഹിയിൽ ഇപ്പം നടന്നത്. ഇത് ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി പറയുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ കോൺട്രാക്റ്റാണ് എനിക്ക് വലുതെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വയനാടാണ് വലുത്, കാരണം അവർ പണി കൊടുക്കും എന്നൊരു പേടിയുണ്ട്. മുസ്ലിം ലീഗിന്റെ ഇല്ലെങ്കിൽ വയനാട്ടിൽ ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഞാനോ വിശാഖനോ പോയി നിന്നാൽ പോലും ഈ ലീഗ് ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. അവിടെ ചോദ്യമില്ല. കാരണം പേര് വയനാടെന്നാണെങ്കിൽ ഇതിൽ പറയുന്ന പല മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് മലപ്പുറം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന്റെ അത്രയും ഭാഗം കൂടെ വയനാടിന്റെ അതാണ് അതിന്റെ ഒരു മെയിൻ ഭാഗം. അത് ശരി. അപ്പൊ അതാണ് ശരിക്കും കോൺഗ്രസിന് ഇപ്പൊ ആകെയുള്ള ഒരു ഭയം. അങ്കലാപ്പതാണ്. അത് അല്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. 102 സീറ്റിൽ 22 സീറ്റാണ് മുസ്ലിം ലീഗിനുള്ളത്. 27 സീറ്റിലാണ് അവർ മത്സരിച്ചത്. 5 സീറ്റ് തോറ്റുപോയി. 22 സീറ്റുണ്ട്. ഇനി 22 102 നിന്ന് കുറച്ചാലും 80 സീറ്റ് UDFന് ഭരണം ഏറ്റെടുക്കാൻ തക്കതായിട്ടുള്ള സീറ്റുകളുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നോക്കിയാൽ ഇവർക്കൊരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. ഇല്ല, പക്ഷേ ലീഗാണ്. അതാണ് ലീഗ് എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ അവർക്ക് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ലീഗ് വെച്ച് പങ്ക് വളരെ വലുതാണ്. ഈ അവസാനവട്ട ചർച്ചകളിൽ നടക്കുന്ന ഒരു ഒത്തുതീർപ്പ് പാക്കേജ് ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആയിരിക്കാം. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാൽ ബാക്കിയെല്ലാം കെ.സിയുടെ കയ്യിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അതേസമയം നേരെ തിരിച്ചുകൊണ്ട് ഇനി കെ.സിയാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ അപ്പോൾ ഇവരെ സമാശ്വസിപ്പിക്കുന്ന രീതികൾ, അതായത് RCAയും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും സമാശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വകുപ്പ്. പക്ഷേ സതീശൻ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇതില്ലെങ്കിൽ ഞാൻ മന്ത്രിയാവില്ല, കെ.സിയാണ് വരുന്നതെങ്കിൽ അദ്ദേഹം വേണേ പിന്നെ ഇവിടെ മത്സരിച്ചോട്ടെ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ പറവൂരിൽ. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇതുവരെ സതീശൻ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആ വാർത്ത സത്യസന്ധമാകാനാണ് സാധ്യത. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു വാർത്തയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. എത്രയോ വാർത്തകൾ മാറി അറിയുന്നു. ദീപദാസ് മുൻഷി അവിടെ നിന്ന് പുറപ്പെട്ടു, അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം അറിയുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. അത് ഈ ചാനലുകളുടെ ഈ ലൈവ് അവർ കൊഴിപ്പിക്കാൻ വേണ്ടിയും ജനം അതിന്റെ മുന്നിൽ നിന്ന് എണ്ണീറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഇത് ഇന്നും തീരരുതേ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ല, ഇന്ന് രസകരമായ കാര്യങ്ങളൊന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ പ്രമോദ് കുമാർ അറിയാമല്ലോ. അദ്ദേഹം കാര്യമായിട്ട് ഞങ്ങളുടെയൊക്കെ പഠിച്ച UN ഉയർന്ന ദിവസമായിരുന്ന ആളാണ്. അദ്ദേഹം വളരെ നല്ല രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ നാട്ടൊരു ചാനലിൽ, ഇപ്പോൾ ചാനൽ മുതലാളി കൂടെ കയറി ഇരിക്കുമല്ലോ ഈ ചർച്ചയല്ലേ, കട്ടർ ഇരുന്നുകൊണ്ട് പറയണമെന്ന് ഈ CLP മീറ്റിങ്ങിൽ എന്താണ് കാര്യം എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് അദ്ദേഹം കരുതിയിരിക്കണം എല്ലാവരും കൂടെ ഇരിക്കേണ്ട മീറ്റിംഗ് ആണെന്നാണ്. ഇത് കോൺഗ്രസിന്റെ CLP മീറ്റിംഗ് അല്ലേ എന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. കോൺഗ്രസ് അല്ലേ CLP, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ആണ് എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ കൂടെ ഇരിക്കുന്ന ഒരു എന്താണ് അവിടുത്തെ മാധ്യമപ്രവർത്തകൻ എന്ന് ചിരിക്കുന്നുണ്ടെന്ന്. ഇതുപോലെ നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ തിരുത്താൻ പറ്റില്ല. ഒരാളെ ലൈവിൽ ആധികാരികമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലതവണ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ലെങ്കിലും ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയ ചാനലിൽ മുതലാളി ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്. മുതലാളിമാർ കയറി ചർച്ചയ്ക്ക് ഇരിക്കുന്ന കാര്യത്തിലേക്കാണ് വരുന്നത്. അത് ഈ ഇതിന് ആധികാരികത കൊടുക്കാൻ
ഇവർ ശ്രമിക്കുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ ചാനലിൻ്റെ കാര്യം തന്നെ എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ തലേന്ന് വരെ അത് ഇതെല്ലാം തെറ്റാണെന്നല്ലേ ഇയാൾ പറയുന്നത്? ചോദിക്കുന്നതൊക്കെ എന്തോ വിഡ്ഢിത്തനങ്ങളാണ് ചോദിക്കുന്നത്. അയാൾ ചോദിക്കുന്നത് ഇതെങ്ങനെ ശരിയാകും ഈ പിന്നെ പ്രീ പോൾ സർവേ അല്ല ഇത് കഴിഞ്ഞുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞുള്ള സർവേ പോസ്റ്റ് പോൾ സർവേ എങ്ങനെ ശരിയാകും എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. 92 സീറ്റൊക്കെ UDF വന്നു, എവിടെ നിന്ന് കിട്ടാനെ കൊണ്ട് പുള്ളി കുറെ കഥ അങ്ങ് എക്സിറ്റ് പോളിൽ പണ്ടേ എനിക്ക് വിശ്വാസമില്ല. എന്നിട്ട് 102 സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കാറ്റ് പോയി എന്ന് മാത്രമല്ല വേറെ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയാം. അല്ല അതങ്ങനെയാണല്ലോ എപ്പോഴും ഈ വീണടത്ത് കിടന്ന് ഉരുളുക എന്നുള്ള കലാപരിപാടിയിൽ ഇവർ പലരും അതിവിദഗ്ധന്മാർ. എന്തായാലും ഇവിടുത്തെ ചാനലുകൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചാകരയെന്നല്ല, അവരിപ്പോ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. നാളെ തൊട്ട് ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാളെ തൊട്ട് അടുത്ത ഘട്ട അടി തുടങ്ങുന്നത് മന്ത്രിമാരുടെ അടിയാണ്. അതിനുശേഷമായിരിക്കും KPCC പ്രസിഡന്റ് അടിയുണ്ട് വരിക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭരണത്തിലേക്ക് കടന്നിട്ടുള്ള അടി തുടങ്ങും. ഭരണത്തിൽ അവിടെ ഇവിടെ എല്ലാവരും കൈ കടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പാണല്ലോ. കാര്യം എല്ലാവരും ഈ ഖത്തർദാരികൾ തിരുവനന്തപുരം നഗരം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ ഖത്തർദാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാഫിൽ കയറാനുള്ള അടി ഒരു വശത്ത്, ഗൺമാനാവാൻ വേണ്ടി പോലീസിന്റെ അടി വേറൊരു ഭാഗത്ത്. ഇപ്പൊ നമ്മൾ രാവിലെ വരുമ്പോ KC, ഉച്ചയാകുമ്പോൾ സതീശൻ, വൈകുന്നേരം ആകുമ്പോൾ രമേശ് ചെന്നിത്തല. ഈ രീതിയിലാണ് കഴിഞ്ഞ ദിവസം 3 ദിവസമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഈ 3 ക്യാമ്പും പക്ഷേ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. വിശ്വസ്തരെ വിളിക്കുമ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ? 3 പേർക്കും ഈ കാര്യത്തെക്കുറിച്ച് ചുക്കും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈ 12 മണിക്ക് പത്രസമ്മേളനം അങ്ങാണ്ട് വിളിച്ചിട്ടുണ്ട്. AICCയുടെ പത്രസമ്മേളനം. AICCയുടെ പത്രസമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസകൾ.